സാർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിനേക്കാൾ വാശിയാണ് ഇപ്പോൾ ജയിച്ച യു ഡി എഫിനകത്ത് എന്ന് പറയുന്നില്ല, കോൺഗ്രസിനകത്ത്. വിഷയം കോൺഗ്രസിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ഒരു സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ്. ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തുടങ്ങിയതാണ്. പക്ഷേ അതിൽ വളരെ ഗൗരവതരമായ ചില സംഗതികളുണ്ട് എന്നുള്ളത് കണ്ണടച്ച് തള്ളിക്കളയാൻ സാധിക്കില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് 5 വർഷം മുൻപ് പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശൻ രംഗപ്രവേശം ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് സോണിയാഗാന്ധി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ജനങ്ങളെ ക്യാൻവാസ് ചെയ്യാൻ സാധിക്കും, കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് തന്നെ വി.ഡി. സതീശൻ സോണിയാഗാന്ധിക്ക് ഒരു ഉറപ്പ് കൊടുത്തു എന്നാണ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ പറഞ്ഞത്. അന്ന് ഞാൻ മാഡം സോണിയാഗാന്ധിക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കേരളത്തിൽ അടുത്ത വട്ടം അധികാരം പിടിക്കും എന്നുള്ളത്. അതിനുവേണ്ടി അന്ന് മുതൽ വി.ഡി. സതീശൻ പ്രയത്നിച്ചു. അതിനുശേഷം നടന്ന, അതായത് പ്രതിപക്ഷ നേതാവ് ആയി അധികാരമേറ്റതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നൊഴികെ ബാക്കി എല്ലാത്തിലും ഗംഭീര വിജയം നേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വലിയ വിജയം, അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന വലിയ വിജയം. ഇക്കുറി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ തൊട്ട് അടുത്ത എതിർ സ്ഥാനാർത്ഥി, അതായത് LDF-ലെ മുടിചൂടാമന്നന്മാരായ ആളുകളെല്ലാം നിലംപൊത്തുന്ന കാഴ്ചയാണ് കണ്ടത്. കേവലം 35 സീറ്റിലേക്ക് CPM-ന് ഒതുക്കി. 99 സീറ്റുമായി കഴിഞ്ഞ ടൈമിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്ന സ്ഥാനത്ത് ഇക്കുറി 35ആയി മാറി. BJP അക്കൗണ്ട് തുറന്നു, അവർ നിയമസഭയിൽ എത്തുന്നു എന്നുള്ളതും വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇവിടെ പിണറായി വിജയനെ പോലും സ്വന്തം മണ്ഡലത്തിൽ വിറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് വി.ഡി. സതീശൻ്റെ ടീം UDF വർക്ക് കൊണ്ട് സാധ്യമായത്. ഇതെല്ലാം കഴിഞ്ഞ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ സാധാരണഗതിയിൽ അദ്ദേഹത്തെ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ജനങ്ങൾ വിശ്വസിച്ചത്. ജനങ്ങളുടെ വിശ്വാസമല്ല മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം. ഹൈക്കമാൻഡിന് അതിൻ്റെതായ രീതികളുണ്ട്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ എന്നിങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഹൈക്കമാൻഡിൻ്റെ ആളായി KC വേണുഗോപാലിനെ തിരഞ്ഞെടുക്കപ്പെടും എന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവാണ്, പരിചയസമ്പന്നനാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് അവസരം കൊടുക്കണം. വി.ഡി. സതീശൻ പണിയെടുത്ത് കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയില്ലാതിരുന്ന അധികാരം തിരിച്ചു പിടിച്ചു കൊടുത്തതിനാൽ വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. സർ, ഇനി നിയമസഭാ കക്ഷി യോഗം ചേരാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസ്സിൽ എന്തായിരിക്കും ഇതേ ചൊല്ലി ഉണ്ടാകാൻ പോകുന്ന ഒരു തർക്കവിതർക്കം? എന്താണ് സാധ്യത? അതായത് കോൺഗ്രസിനെ രണ്ടാമത് ഭരണത്തിലെത്തിച്ച ഒരു ആൾ എന്നുള്ള രൂപത്തിൽ, നായകൻ എന്നുള്ള രൂപത്തിൽ വി.ഡി. സതീശനെ മറികടന്ന് മറ്റാരെങ്കിലും കൊണ്ടുവന്നാൽ അത് കേരളത്തിലെ UDF-നെ ശിഥിലമാക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളാണ് UDF-ന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗും അതേപോലെ കേരള കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ വി.ഡി. സതീശൻ മതി, മുന്നണിയെ കഴിഞ്ഞ 5 വർഷം നയിച്ച് ജയത്തിലെത്തിച്ചത് UDF ആണ്, അതുകൊണ്ട് UDF മതി എന്നുള്ള തീരുമാനം കൃത്യമായി പരസ്യമായും അല്ലാതെയും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പറയുന്നതിന് കാരണം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ടീം UDF-ആയി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ള കെൽപ്പുള്ള ആൾ എന്നുള്ള നിലയിൽ മാത്രമല്ല, മുന്നണിക്ക് എവിടെയൊക്കെ പാളിച്ചകളുണ്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് അതിന് പരിഹാരമുണ്ടാക്കി മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തി വൻ വിജയം നേടാനുള്ള കഴിവും സാമർഥ്യവും നേതൃത്വപാഠവും സതീശുണ്ടെന്ന് അദ്ദേഹം അനുഭവജ്ഞാനത്തിലൂടെ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഒരിക്കലും കേരളം ചിന്തിക്കാത്ത വിധത്തിൽ ഒരു തകർന്നു കിടക്കുന്ന മുന്നണിയെ ഇല്ലാതായി ആത്മവിശ്വാസം നഷ്ടപ്പെട്ട UDF പ്രവർത്തകരെ, കോൺഗ്രസ് ആയാലും ലീഗായാലും അതിലുൾപ്പെടെ ആരായാലും തകർന്ന് തരിപ്പണമായി ഇനി ഒരു തിരിച്ചുവരവില്ല എന്നുള്ള സ്ഥലത്തു നിന്നാണ് അദ്ദേഹം തുടക്കം മുതൽ, അതായത് 2021 മുതൽക്ക് തുടങ്ങി ഇങ്ങോട്ട് ഘട്ടമായി അദ്ദേഹം തുടർന്ന് നടന്ന എല്ലാ ഇലക്ഷനിലും അദ്ദേഹം നേതൃത്വം കൊടുത്ത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തി വിജയത്തിലെത്തിച്ചു. ചെറിയ സീറ്റല്ല, അദ്ദേഹം നേരത്തെ ഡിക്ലെയർ ചെയ്ത 102 സീറ്റ്, 100-ൽ പരം സീറ്റ് എന്നുള്ള മാജിക് നമ്പറിലേക്ക് UDF-നെ എത്തിക്കുകയും ചെയ്തു. ആ ക്രെഡിറ്റിൽ നിന്ന് അദ്ദേഹത്തിനെ ഒഴിവാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി വി.ഡി. സതീശനോടൊപ്പം നിൽക്കുന്നത്. നേതാക്കന്മാർ വിജയിച്ചു പോകും, പക്ഷേ
അണികൾ അവിടെ തന്നെ ഉണ്ടാകും. അണികളെ ഒരു നിരാശപ്പെടുത്തിക്കൊണ്ട് UDF കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതിന് തിരിച്ചടി അധികം താമസിയാതെ വരും എന്നുള്ളതാണ് സത്യം. അല്ല, അവർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ സാറിത് വളരെ തന്നെ, അതായത് തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ സാറിത് വിലയിരുത്തിയിട്ടുള്ളതാണ്, പലപ്പോഴും പല വീഡിയോകളിൽ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അതിന് അവർ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെയൊക്കെ രാഷ്ട്രീയ ഉപദേശകൻ കൂടിയാണ് KC വേണുഗോപാൽ എന്നൊരു ധാരണ കൂടിയുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു പ്രാധാന്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നത്, കൂടുതൽ MLA-മാരുടെ ഒരു പിന്തുണ, അതായത് ഏതാണ്ട് 52 MLA-മാരുടെ ഒരു പിന്തുണ KC വേണുഗോപാലിന് ഉണ്ട്. ഹൈക്കമാൻഡിനും പ്രിയനായതിൻ്റെ പേരിൽ ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കും എന്ന രീതിയിൽ ഒരു ചർച്ച അങ്ങനെ ആ വഴിക്ക് പോകുന്നു. മറ്റൊന്ന് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കേരളത്തിൽ MLA ആയ ആളാണ്, മന്ത്രിയായ ആളാണ്, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. മാത്രമല്ല KSU മുതൽ NSU മുതൽ അങ്ങനെ കോൺഗ്രസിൻ്റെ എല്ലാവിധ സ്ഥാനങ്ങളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്, ഭരണ പരിചയമുണ്ട്. ഇവരെയൊക്കെ അപേക്ഷിച്ച് വളരെ ജൂനിയർ തന്നെയാണ് VD സതീശൻ എന്ന നേതാവ്. പക്ഷേ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള നേതാവ് ഇന്നിപ്പോൾ കോൺഗ്രസിൽ കേരളത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ ഒരു തർക്കമില്ല. എതിർ സ്ഥാനാർത്ഥികൾ പോലും അല്ലെങ്കിൽ എതിർ കക്ഷികൾ പോലും പറയുന്നൊരു പേര് തന്നെയാണ് VD സതീശൻ. ഒരുപക്ഷെ VD സതീശൻ ആയിരുന്നില്ല ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ CPM-ന് ഇത്ര കണ്ട് വലിയൊരു പരാജയം ഉണ്ടാകില്ല എന്നായിരുന്നു CPM ക്യാമ്പിൽ നിന്ന് തന്നെ പറയുന്നത്. അത്രത്തോളം കനത്ത പ്രഹരമാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF CPM-ന് LDF-ന് ഉണ്ടാക്കിയത്. ആ രീതിയിൽ ഏറ്റവും കൂടുതൽ ജനകീയ സ്വാധീനമുള്ള പിന്തുണയുള്ള നേതാവ് എന്ന രീതിയിൽ VD സതീശനെ പരിഗണിക്കേണ്ടത് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ള ഇത്തരം വിഷയങ്ങളാണ്. ഇവിടെ ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ സാറേ, ഈ 52 MLA-മാര് KC വേണുഗോപാലിന് അനുകൂലമായി കൈപൊക്കും എന്ന് പറയുമ്പോൾ VD സതീശൻ നിർദ്ദേശിച്ചിരുന്ന ജയിക്കാൻ സാധ്യതയുള്ള ആളുകളെ അത് പലരെയും വെട്ടിയിട്ടാണ് KC വേണുഗോപാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില ഇടപെടലുകൾ നടത്തിയത് എന്നാണ് പറയുന്നത്. VD സതീശൻ നിർദ്ദേശിച്ചിരുന്ന ആളുകളെ ഈ തെരഞ്ഞെടുപ്പിൽ നിർത്തിയിരുന്നെങ്കിൽ, അതായത് BRM ഷമീർ പോലുള്ള ആളുകളെയൊക്കെ മാറ്റിയിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് UDF-ന്റെ സ്ഥാനാർത്ഥികളെ നിർത്തിയത്. അങ്ങനെ VD സതീശൻ നിർദ്ദേശിച്ച പലരെയും വെട്ടിയിട്ട് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ നിർദ്ദേശിച്ച ആളുകളായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സീറ്റ് 120-ന് അപ്പുറത്തേക്ക് UDF നേടിയേനെ എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. ഇവിടെ എന്ത് തരത്തിലുള്ള തീരുമാനത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ സമ്മർദ്ദത്തിലേക്കായിരിക്കും ഹൈക്കമാൻഡ് ചെന്നെത്തുക? ഹൈക്കമാൻഡിന് മുന്നിൽ 3 പേരാണുള്ളത്. ഒന്ന് KC വേണുഗോപാൽ, 2 രമേശ് ചെന്നിത്തല, 3 VD സതീശൻ. ഇതിൽ VD സതീശനെ പറ്റിയുള്ള ചെറിയ വിവരണമാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റിൽ KC വേണുഗോപാൽ എടുക്കാം. KC വേണുഗോപാൽ തഴക്കവും പഴക്കവും ചെന്ന് രാഷ്ട്രീയ നേതാവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിലെ സമുന്നതനായ നേതാവായി ICC ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ ശരിക്കും രാഹുൽ ഗാന്ധിയോടൊപ്പം പോരാട്ടം നടത്തുന്ന ഒരാൾ തന്നെയാണ്. എന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇലക്ഷൻ നേരിട്ട മറ്റു സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പുതുച്ചേരി ഒറ്റയ്ക്കാണ് മത്സരിച്ചത്, ആസാം ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. എന്തേ അവിടെ വിജയിക്കാതിരുന്നത്? നമുക്കറിയാം ബംഗാളിൽ അവരെന്താണ് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റാതെ വന്നത്. അവിടെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിന് അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല? അപ്പോൾ അദ്ദേഹം അഖിലേന്ത്യാ നേതാവ് എന്ന നിലയിൽ തെളിയിക്കേണ്ടത് ഇവിടുത്തെ മേന്മയല്ല, ഇവിടെ ഓൾറെഡി ഘട്ടം ഘട്ടമായി VD സതീശന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം സജീവമായി കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയല്ലാത്ത ആസാമിൽ എന്തുകൊണ്ട് കോൺഗ്രസിനെ അദ്ദേഹം പടുത്തുയർത്തി വിജയിപ്പിച്ചില്ല? സാർ, ഒന്ന് ഇടപെട്ട് ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. പഞ്ചാബിലും രാജസ്ഥാനിലും ആസാമിലും ഒക്കെ ഹൈക്കമാൻഡ് പലപ്പോഴായി നേരിട്ട് കെട്ടിയിറക്കിയ ചില ആളുകളെ ജനം പിന്നീട് സ്വീകരിക്കാത്തതും പിന്നീട് ഈ സംസ്ഥാനങ്ങൾക്ക് കോൺഗ്രസിന്റെ നില തന്നെ പരിങ്ങിലാവണം നമ്മൾ കണ്ടു. അത് ACC വക്താവ് എന്ന രീതിയിൽ KC വേണുഗോപാൽ വലിയ തിരിച്ചടിയായിരുന്നു. അല്ല, അത് അത്തരം കാര്യങ്ങൾ സജീവമായി മുന്നിലുള്ള ICC സംബന്ധിച്ചിടത്തോളം അവർ KC വേണുഗോപാലിനെ കെട്ടിയിറക്കുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറുന്നുള്ള കാര്യം സംശയമില്ല. ഈ ഭരണം എത്ര കാലം മുന്നോട്ട് പോകുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം VD സതീശൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട്
താൻ ഓരോ മണ്ഡലത്തിലും പോയി പഠിച്ച് അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് അടക്കം സർവേ നടത്തി പഠനങ്ങൾ നടത്തിയിട്ടാണ് അദ്ദേഹം കൊടുത്തത്. എന്നാൽ KC വേണുഗോപാൽ എല്ലാ കേരളത്തിലെ UDF ഡെവലപ്പ് ചെയ്ത് വളർത്തി വിജയിപ്പിക്കാൻ പറ്റുന്ന പാകത്തിലാക്കി വെച്ച ശേഷം ആ സമയത്ത് VD സതീശൻ കൊടുത്ത ലിസ്റ്റ് വെട്ടിമാറ്റി KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം സത്യമാണ്. അവരാണ് ഇപ്പോൾ ജയിച്ച് ഏത് കുറ്റിച്ചൂലിനെ കൊണ്ടുവച്ചാലും ഈ ഭരണത്തിനെതിരെയുള്ള ഒരു കൊണ്ടുവച്ചാൽ മതി അവിടെ വിജയിക്കും എന്നുള്ള സ്ഥിതിയായിരുന്നു കേരളത്തിൽ. അങ്ങനെയുള്ള സ്ഥലത്ത് KC വേണുഗോപാൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് സ്വയം ആളുകളെ വിജയിച്ചപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയെ വരണമെന്നും ഇത് ബാലിശമായ കാര്യമാണ്. അദ്ദേഹത്തിന് കഴിവില്ലാത്ത ആളായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ KC വേണുഗോപാൽ നാഷണൽ ലീഡറായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ള കുഴപ്പമുണ്ടാക്കിയുള്ള ഒരു മുന്നേറ്റം ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയല്ല വേണ്ടത്. അപ്പോൾ താൽക്കാലികമായി MLA-മാർ കൈ ഉയർത്തി കാണിക്കുമായിരിക്കാം. പക്ഷെ നാളെ ഈ MLA-മാർ തന്നെ KC വേണുഗോപാലിനെതിരായി തീരും. കാരണം ഇവിടെ അത്രയ്ക്കും ഈ ആരാണോ ഈ 5 വർഷം കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി നയിച്ചിട്ടുള്ളത് ആ ആളെ മറന്നുകൊണ്ട് മറ്റൊരു നീക്കം നടത്തി കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് പോവാതിരിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, രമേശ് ചെന്നിത്തല നമുക്കറിയാം നല്ല നേതാവാണ്. അദ്ദേഹം ഏറ്റവും അഴിമതികൾ കൊണ്ടുവന്നുള്ള നേതാവ് പിണറായി വിജയനെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള 2016 മുതൽ 2021 ഫൈറ്റ് ചെയ്തുള്ള നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പരാജയം എന്താണ്? തുടക്കം മുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അദ്ദേഹം ഇറങ്ങിച്ചെന്നില്ല എന്നുള്ളതാണ്. ഇവിടെ VD സതീശൻ ജനങ്ങളിലേക്ക് തുടക്കം മുതൽ ഇറങ്ങിച്ചെല്ലുകയും ഓരോ ഉപതെരഞ്ഞെടുപ്പിലും അത് അദ്ദേഹത്തിന്റെ കഴിവ് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ UDF വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു. അതും 5-6 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിപ്പിച്ചെടുത്തുള്ളത്. അപ്പം രമേശ് ചെന്നിത്തല കഴിവില്ലാത്ത നേതാവല്ല. രമേശ് ചെന്നിത്തല ഇത് വന്നു കഴിഞ്ഞാൽ മുന്നണി അധികാരത്തിൽ വന്ന് മന്ത്രിസഭ വന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയായി വരേണ്ട ആളാണ്, കൂടെ നിൽക്കേണ്ട ആളാണ്. പക്ഷെ അദ്ദേഹം നയിക്കാൻ പറ്റുന്ന ഒരാളെല്ലാം തെളിയിച്ചിട്ടുള്ള ആളാണ്. അതല്ലായിരുന്നെങ്കിൽ 2021 കോവിഡ് അല്ല എന്ത് പ്രശ്നം വന്നാലും അതിനെ മറികടന്നുകൊണ്ട് വിജയിക്കുമായിരുന്നു. നമുക്കറിയാം തമിഴ്നാട്ടിൽ DMK ജയിച്ചു വന്നില്ലേ. അപ്പോൾ അത് ഒരു പരാജയം തന്നെയാണ്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ആ നേതാവായി മാറുന്നത്. ഇവിടെ VD സതീശനെ ഇന്നലെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കണ്ട കാഴ്ച എന്താണ്? ആയിരക്കണക്കിനായ ആരാധകർ അദ്ദേഹത്തെ തോളിലേറ്റി യാത്ര ചെയ്യുന്നതാണ് കണ്ടത്. അതാണ് വിശ്വാസം, നേതാവിലുള്ള വിശ്വാസം. നേതാവ് അണികൾക്ക് കൊടുത്ത വിശ്വാസം തിരിച്ച് അണികൾ നേതാവിന് കൊടുക്കുന്നു. നമുക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പൊതുയുഗയാത്ര കേരള ചരിത്രത്തിൽ ഇത്രയധികം ജനപ്രളയമുണ്ടായിട്ടുള്ള ഒരു യാത്രയുണ്ടായിട്ടില്ല. മാത്രമല്ല ആ യാത്ര വൻ വിജയം ആയി തീർന്നതിന് തൊട്ട പിന്നാലെയാണ് ഇലക്ഷന് വന്നത്. ആ ട്രെൻഡാണ് ആഞ്ഞടിച്ചത്. കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ അവിടെ നിന്ന് ജനങ്ങളെ ഇളക്കിക്കൊണ്ടുവന്ന് ജനങ്ങളെ പ്രവർത്തന നിരക്ഷരാക്കി UDF പ്രവർത്തകരെ സജ്ജീകരിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് പാറശാല വരെ യാത്ര ചെയ്ത് അത് കഴിഞ്ഞ് അത് പൂർത്തീകരിച്ച ആളെന്നുള്ള രൂപത്തിൽ, നയിച്ച ആളെന്ന രൂപത്തിൽ അദ്ദേഹത്തിന് തന്നെയാണ് നേതൃത്വത്തിലേക്ക് വരേണ്ടത്, മുഖ്യമന്ത്രി വരേണ്ടത് എന്നുള്ളതാണ് സത്യം. അദ്ദേഹം മുമ്പ് ഭരണപരിചയം ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹം 5 കൊല്ലം പ്രതിപക്ഷ നേതാവ് എന്ന രൂപത്തിൽ മുന്നണിയെ നയിച്ചുള്ള കൃത്യമായുള്ള പ്രായോഗികമായ പരിശീലനമുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളിലും അവഗാഹമായ പഠനം നടത്തി വിവരമുണ്ട്. അദ്ദേഹം നിയമസഭയിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാം തന്നെ കൃത്യമായ രേഖകൾ വെച്ച് ഭരണപക്ഷത്തെ ആഞ്ഞടിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് മുന്നിൽ ഭരണപക്ഷം ചൂളുന്നത് എത്രയോ തവണ കണ്ടിട്ടുണ്ട്. പിണറായി വിജയനും വീണ ജോർജും അതുപോലെ മന്ത്രിമാരൊക്കെ അദ്ദേഹത്തിന് മുന്നിൽ ഒന്നുമല്ലാതെ തീരാറുണ്ട്. എന്തിന് സ്പീക്കർ ഷംസീർ പോലും VD സതീശനെ എഴുന്നേറ്റ് നിന്നാൽ അവിടെ അദ്ദേഹത്തിന്റെ ശബ്ദം താഴ്ന്നു പോകും. അങ്ങനെയായിരുന്നു നിയമസഭ. അങ്ങനെയുള്ള ഒരു നേതാവ്, നയിച്ചിട്ടുള്ള നേതാവ്, അകത്തും പുറത്തും ഒരേപോലെ ഫൈറ്റ് ചെയ്തുള്ള നേതാവിനെ വെട്ടിമാറ്റി കോൺഗ്രസ് അല്ലാത്തൊരു തീരുമാനം എടുത്താൽ അത് തിരിച്ചടിയായി മാറും എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ ജനമുന്നേറ്റം, ജനങ്ങളുടെ പിന്തുണ.
ഒരൊറ്റയടിക്ക് തിരിച്ചാവാനും എളുപ്പമാകും എന്നുള്ളതാണ് സത്യം. അല്ല, കോൺഗ്രസ് നേടുന്ന, ഹൈക്കമാൻഡ് നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാണ്. കൃത്യമായ നിലപാടുകളുള്ള, വീക്ഷണമുള്ള ഒരു നേതാവിനെ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി UDF അധികാരത്തിലേറ്റിയ UDF പ്രവർത്തകരോടും അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരോടും നിഷ്പക്ഷമതികളായി കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം.